Hi everyone, you are with Nimsha and welcome back to my YouTube channel. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നേരിട്ട് കാണാൻ പോകുന്നത്. സോ അതിൻ്റെ ഭയങ്കരമായൊരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുവാണ്. മലയാളി എന്ന് പറഞ്ഞ ടീഷർട്ടൊക്കെ ഇട്ട് ഫുൾ സെറ്റാണ്. ഞാൻ മുന്നേ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേറ്റ്സ് ഒക്കെ മാറി മാറി അവസാനം സെപ്റ്റംബർ ലാസ്റ്റിലേക്കായി വള്ളംകളി. ആൻഡ് ഞാനിപ്പം ആലപ്പുഴ എത്തി. ഇനി വള്ളംകളി നടക്കുന്ന ലൊക്കേഷനിലേക്ക് പോകണം. വള്ളംകളി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. അതൊക്കെ കാണണം. ആൻഡ് പറ്റുന്ന പോലെ വീഡിയോസ് ഒക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് നിങ്ങൾക്കും അതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഷെയർ ചെയ്യാം. ആൻഡ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കണ്ടന്റ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് വള്ളംകളി വൈബൊക്കെ ഒന്ന് കാണാം. ആസ് യു ഓൾ നോ, പുന്നമട ലേക്കിൽ വെച്ചാണ് ഈ ഇവന്റ് നടക്കുന്നത്. ആൻഡ് ഈ വെന്യൂവിന്റെ അടുത്ത് ഒരു 1 കിലോമീറ്ററോളം പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അലൗഡ് അല്ല. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പരിപാടികൾ പൊതുവെ തുടങ്ങുന്നത് 12 മണിക്കാണ്. ഞങ്ങൾ എത്തുമ്പോൾ 1 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. ബട്ട് ഇതിന്റെ മെയിൻ ഇവന്റ് ആയിട്ടുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം തുടങ്ങുന്നത് ഒരു 2:30-3 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആസ് എക്സ്പെക്റ്റഡ് ചുണ്ടൻ വള്ളങ്ങൾ ഓരോന്നായി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് തൃശ്ശൂർ പൂരത്തിനൊക്കെ വരുന്ന ആനയില്ലേ, അതുപോലെയാണ്. കാര്യം നല്ലൊരു പ്രൗഡിയും ആഢ്യത്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഈ വള്ളങ്ങൾ പോകുമ്പോൾ. ബൈ ദ വേ, ഈ പോകുന്ന ആരാ നോക്കിയേ, ഇറ്റ്സ് ബോച്ചെ. മൂപ്പരും സ്വന്തമായിട്ട് വള്ളമൊക്കെ ഇറക്കിയിട്ടുണ്ട്. 100 രൂപ തൊട്ട് 25,000 റുപ്പീസ് വരെയുള്ള പല കാറ്റഗറീസിലുള്ള ടിക്കറ്റ്സ് ആണ് വള്ളംകളിയുടേത്. ഇതിൽ ഞാൻ എടുത്തത് 500 റുപ്പീസിന്റെ വിക്ടറി ലൈൻ ടിക്കറ്റ് ആണ്. അതുപോലെ ലോൺ, ലേക്ക് വ്യൂ, റോസ് കോർണർ, ഓൾ വ്യൂ, അതുപോലെ ടിക്കറ്റ്സ് വിത്തിൻ 2000 റേഞ്ചിലുള്ളതുണ്ട്. എനിക്ക് മനസ്സിലായത് ഈ റേഞ്ചിലുള്ള ടിക്കറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു സ്പെസിഫിക് റേഞ്ചിലുള്ള വ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് 2000 എബോവ് ഉള്ള പ്രീമിയം ടിക്കറ്റ്സ് എടുത്താൽ നിങ്ങൾക്ക് മൊത്തം റേസിന്റെ ഒരു ഏകദേശം വ്യൂ കിട്ടും. 2000 എബോവിന്റെ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ദൂരെ കാണുന്ന ആ ഏരിയ ആണ്. ഈ വൈറ്റ് ഫ്ലാഗ് വെച്ച് ബോട്ട് പോകുന്നുണ്ടല്ലേ, അത് പ്രോഗ്രാം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നെയാണ്. അങ്ങനെ 2024 നെഹ്റു ട്രോഫി വള്ളംകളി സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ്. ഏകദേശം 5 ഹീറ്റ്സോളം ഉണ്ടാകും. ഈ ഹീറ്റ്സിൽ ടോപ്പിൽ എത്തുന്ന വള്ളങ്ങളാണ് ഫൈനലിൽ മത്സരിക്കുന്നത്. കിടിലം വൈബാട്ടോ ഇത് ഇവിടെ ഇരുന്ന് നേരിട്ട് കാണുന്നത്. ഓരോ വള്ളങ്ങൾക്കും സെപ്പറേറ്റ് ഫാൻ ബേസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് വരുമ്പോൾ ഇവരുടെ ആവേശമൊക്കെ കാണാൻ നല്ല രസമാണ്. ഓഡിയൻസിന്റെ ഇടയിൽ തന്നെ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഹീറ്റ്സ് റൗണ്ട് ഒക്കെ കഴിഞ്ഞ് ഫൈനലിന് തൊട്ട് മുന്നേയുള്ള വൈബാണിത്. ഫൈനൽ റൗണ്ടിൽ എത്തിയത് കരിച്ചാൽ ചുണ്ടൻ, ചമ്പക്കുളം ചുണ്ടൻ, നടുഭാഗം ചുണ്ടൻ ആൻഡ് വിയാപുരം ചുണ്ടൻ എന്നീ വള്ളങ്ങളാണ്. സോ ദിസ് ഇസ് ദ ഫൈനൽ റൗണ്ട് ഫ്രണ്ട്സ്. കമന്റേറ്ററിന്റെ ഭാഷയിൽ പറഞ്ഞ പുന്നമട കായലിന്റെ ഓളങ്ങൾക്ക് തീ പിടിപ്പിക്കുന്ന ആവേശമായി ചുണ്ടൻ വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുകയാണ്. ആൻഡ് ദ വിന്നർ ഈസ് കരിച്ചാൽ ചുണ്ടൻ ബൈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്. ആൻഡ് ഇറ്റ് വാസ് എ ഫോട്ടോ ഫിനിഷ്. വാട്ട് എ വൈബ് മാൻ, ലവ്ഡ് ഇറ്റ്. അങ്ങനെ 2024 നെഹ്റു ട്രോഫി വള്ളംകളിക്ക് തിരശീല വീണിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ചു പേർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ പ്രോഗ്രാം ഒക്കെ, അതും എസ്പെഷ്യലി ഇത്രയും തിരക്കിനിടയിലൊക്കെ നേരിട്ട് പോയി കാണണമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ബട്ട് നമ്മൾ ആസ് എ മലയാളി ലൈഫിൽ ഒരു തവണയെങ്കിലും ഇത് നേരിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ട്രസ്റ്റ് മീ, ഇറ്റ്സ് എ വേറെ ലെവൽ എക്സ്പീരിയൻസ്. പിന്നെന്താണ്, ഞങ്ങൾ പിന്നെ ഒരു സോഡ സർബത്തൊക്കെ അടിച്ച് പെട്ടെന്ന് സ്ഥലം കാലിയാക്കി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.